എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് എന്ന് നോക്കാം. ജൂലൈ 2024 പൂയം നക്ഷത്രക്കാർക്ക് സ്ട്രെങ്ത് കാർഡാണ്. അതേപോലെ 5 ഓഫ് പെൻഡക്കിൾസ്, ക്യൂൻ ഓഫ് പെൻഡക്കിൾസ്, ഹൈറഫന്റ്, 9 ഓഫ് കപ്സ്, കിങ് ഓഫ് വോൺസ്. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വളരെയധികം പല കാര്യങ്ങളിലും സാധ്യതകളുണ്ട് എന്നിരുന്നാൽ പോലും പൊതുവിൽ ഈ ഒരു മാസം കുറച്ച് ഡള്ളായിട്ടുള്ളൊരു ഡള്ളെന്ന് പറയുമ്പോൾ വലിയ വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതകളൊക്കെ ഉള്ളൊരു മാസമല്ല. എന്നിരുന്നാലും ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില ചലഞ്ചസ് ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിനെ അതായത് നിങ്ങൾക്ക് എത്രത്തോളം കഴിവുണ്ട് പലതിനെയും അതിജീവിക്കാൻ എന്നുള്ളത് നിങ്ങൾ തെളിയിക്കുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു മാസം. കാരണം ചില കാര്യങ്ങളിൽ നിങ്ങൾ പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫാമിലിയിലായിരിക്കും, മറ്റിടങ്ങളിലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ പൊതുവേ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് മറ്റുള്ളവർ നിങ്ങളെ കണ്ടിട്ടുള്ളത് എങ്കിൽ പല കാര്യങ്ങളെയും പൊരുതി അല്ലെങ്കിൽ പലതിനെയും വളരെയധികം നിങ്ങൾക്ക് വളരെ ആത്മധൈര്യമുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് നിങ്ങൾ തെളിയിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കഴിവിനെ മറ്റുള്ളവർ പ്രശംസിക്കുന്ന ഒരു അവസരം വരുന്നുണ്ട്. വളരെ ബോൾഡായിട്ട് നിന്ന് പല കാര്യങ്ങളും നിങ്ങൾ പല യുദ്ധം ജയിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്ത് വിജയം കൈവരിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത്. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലുണ്ടാവും ഈ ഒരു സമയത്ത്. അപ്പോൾ പ്രോബ്ലംസ് ഉണ്ടാകില്ല എന്നുള്ളതല്ല, പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും, ചലഞ്ചസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ എന്തൊരു പ്രശ്നം വന്നാലും അതിനെ നമ്മൾ പറയില്ല നെഞ്ചു വിരിച്ച് നേരിടുക എന്നുള്ളത് ആ ഒരു സാഹചര്യമാണ്. അതേപോലെ തന്നെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ തന്നെയും അതിൽ എന്താണ് ഇനി സൊല്യൂഷൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി ഒരു സൊല്യൂഷൻ എന്നുള്ളത് കണ്ടെത്തിയിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ആ ഒരു പോസിറ്റിവിറ്റി, ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതേപോലെ തന്നെ 5 ഓഫ് പെൻഡക്കിൾസ് എനർജി. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ഈ ഒരു മാസത്തിൽ കണ്ടേക്കാം. സാമ്പത്തിക പ്രതിസന്ധികൾ കാണാം എന്ന് പറയുമ്പോൾ അതിനർത്ഥം സാമ്പത്തിക അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നെഗറ്റീവ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബാഡ് ലക്ക് എന്നുള്ള രീതിയിൽ കാണേണ്ട ആവശ്യമില്ല. കാരണം ചില ഇടങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധികൾ വരുന്നത് നമ്മളായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിരിക്കാം. അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഫിനാൻസ് അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ കുറച്ച് പുറകോട്ടേക്കായിരിക്കും. ഇവിടെ നിങ്ങളായിട്ട് ചെലവാക്കുന്നു എന്നുള്ള രീതിയിലും അല്ല. കാരണം നിങ്ങൾക്ക് വലിയ വലിയ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ ചെലവുകളോ ഒന്നും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. അല്ലെങ്കിൽ നിങ്ങൾ വലിയ ആഡംബരമൊന്നും ആഗ്രഹിക്കുന്നുണ്ടാവില്ല, വലിയ ചെലവുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ കൂടെയുള്ളവര്, നിങ്ങളുടെ സ്പൗസ് അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ മക്കളോ മറ്റാരെങ്കിലും ഒക്കെ നിങ്ങളോട് വളരെ അടുപ്പമുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ചെലവാക്കുന്നത്. അവരുടെ ആഗ്രഹങ്ങളൊക്കെ വളരെ വലുതായിരിക്കും. അല്ലെങ്കിൽ വരവിനൊത്ത് ചെലവ് ചെയ്യാനായിട്ട് പറ്റുന്ന വ്യക്തികളായിരിക്കില്ല നിങ്ങളോട് കൂടെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ളവര് ആ പൈസ ചെലവാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിലും ആ വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിന് നിന്ന് കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പൈസ ചെലവാക്കുകയാണ്. അപ്പോൾ അതായത് പൈസ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് അനാവശ്യമായിട്ടുള്ള ചെലവുകളാണ് പലതും. അല്ലെങ്കിൽ അത്യാഡംബരം എന്നുള്ള രീതിയിൽ പറയാം, അത്യാഡംബരം എന്നുള്ള രീതിയിൽ കരുതാവുന്ന രീതിയിൽ ചെലവാക്കുന്നുണ്ട്. അത് ഒഴിവാക്കുക. ഇനി എത്ര സ്നേഹമുള്ളവരായാലും എങ്ങനെയുള്ളൊരു സാഹചര്യമാണെങ്കിലും മക്കളാണെങ്കിലും സ്പൗസ് ആണെങ്കിലും ഒക്കെ കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള മാനസികമായിട്ടുള്ള ഒരു വളർച്ച അവർക്ക് ആയിട്ടില്ല എങ്കിൽ, അത്രയും മെച്യൂരിറ്റി ഇല്ല എങ്കിൽ പറ്റില്ല എന്നൊറ്റ വാക്കിൽ തീർത്ത് പറയാനായിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം
ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നിങ്ങളായിരിക്കും ചിലപ്പോൾ ഇതില്, കാരണം നിങ്ങളുടെ തന്നെ എനർജി ആവണമെന്നില്ല, നിങ്ങളുടെ പൈസ ചെലവാകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഗാംബ്ലിംഗ് കാണിക്കുന്നു, അതായത് ഓൺലൈൻ വഴി പല ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് പണം നഷ്ടപ്പെടുത്തുന്നത്, അതായത് പൈസ കിട്ടുമെന്ന് വിചാരിച്ച് ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് പണം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് എവിടെന്നെങ്കിലും നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഈ ഒരു കളികളൊക്കെ കളിച്ച് ഒരിക്കൽ പണം നഷ്ടപ്പെട്ട് അത് വീണ്ടെടുക്കാൻ വീണ്ടും പണം ചെലവാക്കുന്ന 1-2 തവണ, അതിന്റെ അപ്പുറത്തേക്ക് അത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് അഡിക്റ്റഡ് ആയി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. നിങ്ങൾ പണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ വളരെ, അതായത് സൂക്ഷിച്ച് പണം ചെലവാക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. എത്രയൊക്കെ ശ്രമിച്ചാലും ഒരു പരിധി വരെയൊക്കെയാണ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. കാരണം നിങ്ങളുടെ ചെലവുകൾ, നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തയല്ല, നിങ്ങളുടെ കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചെലവാക്കുന്നത്. കാരണം അവരോട് നോ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പിന്നെ ഒരു പരിധി വരെയൊക്കെ ചെലവാക്കുന്നുണ്ട്. ഈ ഒരു മാസം നിങ്ങൾക്കൊരു അവസരം വരുന്നുണ്ട്, ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ സൈലന്റ് പാർട്ട്ണറായിട്ട് വലിയ പണം ചെലവാക്കുന്നതായിരിക്കില്ല, സൈലന്റ് പാർട്ട്ണറായിട്ടുള്ളതാവാം. അതിൽ നിന്ന് വരുമാനം സാധ്യതയുള്ളത്, അങ്ങനെയുള്ള സാഹചര്യം വരികയാണെങ്കിൽ അതിലേക്ക് പോകുന്നത് നല്ലതായിരിക്കും. വലിയ രീതിയിൽ പണച്ചെലവില്ല എങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയ രീതിയിൽ എന്തെങ്കിലും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് വരുമാനത്തിന്റെ ഒരു ഓഹരി എന്നുള്ള രീതിയിൽ, വലിയ രീതിയിൽ പണച്ചെലവില്ല എങ്കിലും നിങ്ങൾ കുറച്ച് പൈസ ചെലവാക്കുക എന്നുള്ള രീതിയിൽ ഇത്തിരി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇടുക. ഒരു പാർട്ട്ണറായിട്ട് നിങ്ങളെ കൂടെ വച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയൊരു സമയമാണ് ഈ ഒരു മാസം. അപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് എന്നുള്ള ഒരു ആശയം മനസ്സിലുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ചെറിയ രീതിയിൽ തുടങ്ങാൻ ശ്രമിക്കുക, വലിയ രീതിയിൽ. അതാണ് നേരത്തെ പറഞ്ഞ പൈസയുടെ കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളത്. വലിയ രീതിയിൽ ചെലവില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ചെറിയ രീതിയിൽ തുടങ്ങി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ഹെയർഫിന്റെ എനർജിയാണ്. പല കാര്യങ്ങളും ജീവിതത്തിൽ ബാലൻസ് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ബാലൻസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതേപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യം, അതായത് നമ്മൾ ഫിസിക്കൽ വേൾഡിലും സ്പിരിച്വൽ വേൾഡിലും കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വലിയ എന്താ പറയാ, ഓവറായിട്ട് സ്പിരിച്വലി അല്ലെങ്കിൽ ഓവറായിട്ട് ആത്മീയതയിലേക്കോ അല്ലെങ്കിൽ ഓവറായിട്ട് മണി മൈൻഡഡോ ആവാതിരിക്കുക. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യത്തിലും ഒരു ബാലൻസ്, ഒരു സന്തുലിതാവസ്ഥ വേണ്ടതിന്റെ അനിവാര്യത ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം ഒരു ബാലൻസോട് കൂടിയിട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കാരണം സാമ്പത്തികമായിട്ടുള്ള കാര്യത്തെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് ടെൻഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ കിടന്നാൽ ഉറക്കമില്ല, ടെൻഷൻ, ആങ്സൈറ്റി, സ്ട്രെസ്, അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വരുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കിയും കണ്ടും പ്രവർത്തിക്കുക. പിന്നെ അമിതമായിട്ട് ടെൻഷൻ, അതായത് ഒത്തിരി ആലോചിക്കുക, ഓവർ തിങ്കിങ് നിങ്ങളുടെ ഈ ഒരു മാസം വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഒഴിച്ചാൽ പരമാവധി എല്ലാവരുടെയും കൂട്ടത്തിൽ ഇരിക്കുക, ഇഷ്ടമുള്ള ആളുകളുടെ കൂട്ടത്തിൽ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക. കാരണം ഒറ്റയ്ക്ക് ഇരുന്ന് അനാവശ്യ ചിന്തകളൊക്കെ വരുന്നുണ്ട്. രാത്രി കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും മൊബൈൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും ഭക്തിഗാനങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുക. രാത്രി കിടക്കുന്നതിന് തൊട്ടുമുമ്പ് വാർത്തയോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും കേൾക്കുകയോ പറയുകയോ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ലോൺ എങ്ങനെ അടിച്ചു തീർക്കും ഇതൊന്നും രാത്രിയിൽ ചർച്ച ചെയ്യാതിരിക്കുക. കിടക്കുന്നതിന് മുമ്പ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക. കാരണം ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റിക്ക്, ഉറക്കക്കുറവിനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയ്ക്ക് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ കിങ് ഓഫ് ഫോൺസ് എനർജിയാണ്. കിങ് ഓഫ് ഫോൺസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മളെ പല കാര്യങ്ങളിലും നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി വളരെയധികം വ്യക്തതയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ പൊതുവിൽ വ്യക്തതയോട് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ ബിഗ് ടോക്കർ. പക്ഷെ കാര്യങ്ങൾ ഒത്തിരി പറയുന്നുണ്ട്, അത് ചെയ്യും ഇത് ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പക്ഷെ ഒരിക്കലും കാര്യങ്ങൾ ഫിനിഷ് ചെയ്യുന്നില്ല.
തുടങ്ങിയ കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒത്തിരി അറ്റൻഷൻ സീക്കറായിട്ട്, അതായത് മറ്റുള്ളവരുടെ ശ്രദ്ധയെല്ലാം എന്നിലായിരിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെയധികം ഒരു ഇൻസെക്യൂരിറ്റി മൈൻഡിലുണ്ട്. നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയിൽ നിങ്ങൾ ഒത്തിരി അതോറിറ്റീവ് ലെവലിൽ ഹയർ പൊസിഷനിലൊക്കെ എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടിയും സ്വയം ഒത്തിരി ഇൻസെക്യൂരിറ്റീസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അതായത് അങ്ങനത്തെ ഒക്കെ ചിന്തകൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് വളരെയധികം സ്ട്രെസ് നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക. എന്തെങ്കിലും ഹോബീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നു. നല്ല നല്ല ഹോബീസിലൊക്കെ ഏർപ്പെടുക. അതൊക്കെ നിങ്ങളെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.